ഹലോ, ഒന്ന് അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയാലോ? ഫസ്റ്റ് തന്നെ ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ ഇടുന്നത്. ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ ഉപയോഗിക്കുന്നത്. എൻ്റെ സ്കിന്ന് വേറൊന്നും സെറ്റ് ആവില്ല. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഡേം ഡോക്കിൻ്റെ സൺസ്ക്രീൻ ആട്ടോ. മറ്റേ പർപ്പിൾ സൺസ്ക്രീൻ അല്ല, നോർമൽ സൺസ്ക്രീൻ. പിന്നെ ഞാൻ പിരികാനൊന്നും നൈസായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിരികാനൊന്നുമില്ലാതെ മുട്ട പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ പിരികാൻ എഴുതി കൊടുക്കുന്നുണ്ട്. സാധാ ഒരു കാജൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് എഴുതി കൊടുത്ത് നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് വിടും കേട്ടോ. അത്രേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇടുന്നത് പൗഡറാണ്. പൗഡർ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. പൗഡർ എനിക്കിങ്ങനെ വാരി പൊത്തി കൊട്ടിയിടണം മുഖത്ത്. പിന്നെ ഇടുന്നത് കാജൽ സ്റ്റിക്കാണ് കേട്ടോ. കാജൽ വെച്ചൊന്ന് ഹിമാലയയുടെ കാജൽ സ്റ്റിക്ക് ഒന്ന് നൈസായിട്ട് അടിയിലും മുകളിലും എഴുതിയിട്ട് ബഡ്സ് വെച്ച് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എഴുതുന്നുണ്ട്. സ്മോക്കേസ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ഒരു സമാധാനം ഞാൻ ഇങ്ങനെയാണ് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു നാടൻ ടച്ച് കിട്ടാൻ വേണ്ടി എഴുതുന്നത്. പിന്നെ ഒരു കുഞ്ഞും ഗോപിപ്പെട്ടും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും. ഈ ലിപ്സ്റ്റിക്ക് ഫേസിൽ കാനഡയുടെ കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. പിന്നെ ഞാനൊരു സാരി ആയിട്ട് കൊടുക്കുന്നത്. സാരി എനിക്ക് ഭയങ്കര ഒരു അഡിക്ഷൻ. പിന്നെ മുടി കെട്ടുപഴിക്കും ഇത് തന്നെയാണ് കുറേ നേരത്തെ പരിപാടി. എനിക്ക് മുടി എങ്ങനെ കെട്ടിയാലും സെറ്റാവില്ല. അവസാനം എന്താ ഇങ്ങനെ കെട്ടി അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും രണ്ട് സൈഡിൽ നിന്നും ഒരു കൊമ്പും വലിച്ചിട്ടിട്ട് ഞാൻ പോകും. ആദ്യം ഒരു ജിമ്മക്കിട്ട് നോക്കി അതിട്ടിട്ട് എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ ഞാൻ ഇടുന്നൊരു കുഞ്ഞിക്കമ്മലാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്, പോയിട്ട് വരാം.